ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഹാർഡ് കോർ സർവൈവൽ മോഡിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വരുന്നിരിക്കുന്നത്. നമുക്കൊന്ന് കുറേ പണിയുടെ ബേസ് ഉണ്ടാക്കണം, കുറേ മരം മുറിക്കണം, കല്ല് മുറിക്കണം, കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പോവുകയാണ്. ഓക്കെ, അതിനെ പോയിട്ട് മരം മുറിക്കാം. മരം മുറിക്കാം. കുറച്ച് ഞാൻ ഫുഡ് കുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് എടുക്കുന്ന സമയത്ത്. ഫുഡ് ബ്ലാസ്റ്റ് ഫർണസിലല്ല, വെറും ഫർണസിൽ കൊണ്ടിട്ടു. നോക്കട്ടെ. ഗൈസ്, നമുക്ക് ഈ വുഡ് നിറച്ചും വേണം കേട്ടോ. വീടിനൊക്കെ കുറേ വുഡ് വേണം, വീട്ടിലൊന്നും നടക്കില്ല. കല്ലും കുറേ വേണം, വുഡും കല്ലും നിറച്ചും ഉണ്ടാകണം, എന്നാൽ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചു. എത്ര മരം? ഒരു ശാക്കും പിന്നെ കുറച്ചും കൂടി ഇത്രയും മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശാക്കൊക്കെ ആയിട്ടുണ്ട്. ഒരു ശാക്കും 17 ആ മരം മുറിച്ചു. ഇനി കുറച്ച് കല്ലുകൾ പൊട്ടിക്കണം, കല്ല് ആവശ്യമുണ്ട്. ജസ്റ്റ് നമ്മൾ ചെറിയൊരു വീടാണ് കിട്ടുന്നത് കേട്ടോ, ചെറുത് മതി തൽക്കാലം. വലുതൊക്കെ പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ആക്കാം. അപ്പോൾ തൽക്കാലം ചെറിയൊരു വീട്. ഇതോടെ കല്ലുണ്ട്. ചെറിയ വീട് ഉദ്ദേശിക്കുന്നു. കുറേ കല്ല് മുറിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കുറേ കല്ലൊക്കെ പൊട്ടിച്ചു കേട്ടോ. കല്ല് നമുക്ക് ആവശ്യം നിറച്ചും കിട്ടുന്നുണ്ട്. ആവശ്യം കല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. കോപ്പറും കിട്ടി ഗൈസ്. കോപ്പർ ആവശ്യം വരും. എന്തായാലും കുറച്ച് കോപ്പർ എടുത്ത് വയ്ക്കാം, ഇതിലുള്ള കോപ്പർ എടുത്ത് വയ്ക്കാം. കാരണം നമുക്ക് അയണൊക്കെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോപ്പറുകൾ മാത്രം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. ഇത്തിരി കോപ്പർ എടുത്ത് വയ്ക്കാം. കോൾ വേണം ഗൈസ്. മൈനിങ്ങിന് മുമ്പ് കോൾ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ വില്ലേജത്ത് മൊത്തം മുറിച്ച് പോകാനേ പറ്റുള്ളൂ. ഗൈസ്, നമുക്കൊരു വീടിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. നല്ലൊരു സ്പോട്ടുള്ള സ്ഥലം വേണം. ജസ്റ്റ് ഇവിടെ കിട്ടിയാലോ, കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ കെട്ടാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വീട് കെട്ടണം കേട്ടോ. ഇവിടെ വീട് കെട്ടണം. ആദ്യം പോയിട്ട് ഷവൽ ഉണ്ടാക്കണം. ഷവൽ ആവശ്യമുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ഷവലുണ്ടാക്കി. നമ്മൾ ഇവിടെ വീട്ടിന് ആദ്യം എൻ്റെ ബേസ് ഒന്ന് നോക്കാനാണ്. നമ്മൾ വീട് കെട്ടി വേണ്ട കാണിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയൊരു വീടാണ് കെട്ടുന്നത് കേട്ടോ. ഇത്രയും ചെറുത് തൽക്കാലത്തിന് സ്റ്റേ ചെയ്യാനല്ലേ. ഇതൊക്കെ ധാരാളമാണ്. നമ്മൾ ഇവിടുത്തെ സ്റ്റോർ റൂമും നമുക്ക് വേണ്ട സാധനങ്ങൾ വയ്ക്കാനും പിന്നെ കിടക്കുന്ന സ്ഥലം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ വലിയ ഹാർഡ് കോർ മോഡല്ലേ, ചെറിയൊരു വീട് അത്രേനേ ഉള്ളൂ. ഇനി ഇത് 2 നില വീടാണ് കേട്ടോ. നമ്മൾ ചെറിയ വീട് കെട്ടുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ വീട്. നമ്മളിനി ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ചെറിയ വീട് തന്നെ, പക്ഷേ ഇതിന് സാധനം ഉണ്ടാക്കി വെക്കണം. ഇവിടെ കൂടെ ഇത് വേണം, സ്റ്റെപ്പ് വേണം. സ്റ്റെപ്പല്ല, സോറി, എന്തോ അപ്പുറത്തേക്ക് കിടക്കാൻ കിട്ടാത്ത സാധനമല്ലേ അത്. വാതിൽ വെക്കണം. 100 സാധനം ചെയ്യാണ്ട്. ആദ്യം വാതിലുണ്ടാക്കണം. അതുണ്ടാക്കി ഇത് കുറച്ചാൽ വേണം ജനലായിട്ട്. ഇതുണ്ടാക്കി. ഇനി മറ്റേ സാധനം തന്നെ. ഇത് 1, 2, ഇത് 2 മതി. ബാക്കി ജനാല. ഓക്കെ, ഇത്ര മതിയാവുമെന്ന് വിചാരിക്കണം. ഇത് വാതിൽ, ജനാല. അത് കഴിച്ച് ഇനി ഇത് കൊണ്ട് വെക്കട്ടെ. വീട് ഭംഗിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ മരം മുറിക്കണം. മറ്റേ കുറേ ചെസ്റ്റുകൾ വെക്കാണ്ട്.
ഇതിവിടെ നെയിൽ ബേണിങ് ചെയ്യണം, പക്ഷെ ജസ്റ്റ് നിറച്ചും വെക്കാണ്ട്. ഇത് എത്തണുണ്ട്, ഇത് 8 ആവുള്ളൂ. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇതോ ഗ്ലാസ് വിൽക്കാൻ മറ്റേ സാൻഡ് ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കില്ല, തൽക്കാലം നിൽക്കേണ്ടത് വെച്ച് സാൻഡ് വയ്ക്കാം, കുറച്ച് കഴിയട്ടെ. വേണ്ടി സാൻഡ് വെച്ചോളാം. ഇപ്പോൾ തൽക്കാലത്തിന് വേണ്ടി ഇത് മതി. ന്യൂസ് കുറച്ച് മരം മുറിച്ചിട്ടേ ഇതിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ വയ്ക്കാനുണ്ട്, പെട്ടികളും ഇതൊക്കെ. പിന്നെ മരം മുറിക്കണം. അപ്പോൾ ഞാൻ മുറിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യം സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നൊക്കെ ഞാൻ മറ്റേ ചെസ്റ്റ് ഉണ്ടാക്കാം. മരം ചെസ്റ്റും വേണം, ബാരലും വേണം. ബാരൽ ആവശ്യമുണ്ട്, അതിന് കുറച്ച് ഇതുണ്ടാക്കി വയ്ക്കട്ടെ. ബാരൽ നമുക്ക് ആവശ്യമുണ്ട്. ചെസ്റ്റ് തുറക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ബാരൽ വയ്ക്കാം. ഇനിയും വേണമല്ലോ ബാരൽ. ഇത് വെച്ച് നോക്കാം, അതിന് ആവശ്യം വരുമോ എന്നറിയില്ല. ഉള്ളതുകൊണ്ട് വയ്ക്കാം. അപ്പോൾ ഇത് തുറക്കില്ല. പക്ഷേ ഇവിടെ ബാരൽ വെച്ചാൽ ജസ്റ്റ് തുറക്കത്തില്ല. ബാരൽ ഇവിടേക്കാക്കി എടുക്കാം. ബാരൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഒരു ബെഡ് ഇടണം. ഞാൻ ബെഡ് എടുത്തിട്ട് വരട്ടെ. ഇതിൻ്റെ ഫർണസ് ലോഡ് സെറ്റ്. ഫർണസൊക്കെ മേലെ വയ്ക്കാം. മേലെയാണോ ഫർണസ്? ഇവിടെ വെച്ചാലോ? അതെ, ഫർണസുകൾ ഇവിടെ വയ്ക്കാം നല്ലത്. ബാക്കി ഫർണസ് ചെസ്റ്റിലാണല്ലോ. ബെഡ് മേലെ കൊണ്ടുവയ്ക്കാം. ബെഡ് മേലെ മതി. ഇവിടെ ബെഡ് അതിനുള്ളൂ, ബാക്കിയൊന്നുമില്ല. അവിടെ തൽക്കാലം സാധനം വയ്ക്കാനുള്ള ജസ്റ്റും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കണം. ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ്. ഇവിടെ ഫർണസ്, ഇവിടെ ബ്ലാസ്റ്റ് ഫർണസ്. സ്മോക്കർ ഉണ്ടാക്കണം. ലാസ്റ്റ് സാധനം കല്ലെടുത്ത് വയ്ക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട, ലെതർ വേണ്ട. അപ്പോൾ ഇത് വേണ്ട, ഇത് വേണ്ട. ഡയമണ്ടൊക്കെ മേലെ വയ്ക്കാം. ഡയമണ്ടൊക്കെ ഇമ്പോർട്ട് സാധനങ്ങളാണ്. ഇതൊക്കെ മുകളിൽ എൻ്റെ ഷെൽഫിൽ കൊണ്ട് വയ്ക്കാം. ബ്ലാക്ക് ബോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഇതൊന്നും ആവശ്യമില്ല. കുതിര ഉണ്ടാക്കുക, ലെതറും ഉണ്ട്. അതിന് അയൺ വേണ്ടേ? അയണും ഉണ്ട്. ഇപ്പം ഉണ്ടാക്കണം, പിന്നെ ഉണ്ടാക്കാം. നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാക്കാം. ഇപ്പോൾ മേലെ കൊണ്ടിട്ട് ഇത് വെക്കട്ടെ. ഗസ് എൻ്റെ ഒരു അയൺ പിക്കാക്സ് പൊട്ടി. കല്ല് മുറിക്കപ്പോഴേ പൊട്ടിപ്പോയി. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോപ്പർ, ഇതും അയൺ, ഈ സാധനം, ഇത് ഇത്ര മതി. കഴിഞ്ഞു. ഫുഡൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ക്രാഫ്റ്റ് ടേബിൾ ആവശ്യം വരും. ഇപ്പോൾ ക്രാഫ്റ്റ് ടേബിളും വെച്ചു. ഫുഡ് ഇവിടെ ആക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് വീഡിയോ ഇട്ട് സെക്കൻഡ് പാർട്ടിൽ വീഡിയോ ഇട്ട് പറഞ്ഞ് വീഡിയോ കിട്ടി. അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം അടുത്ത പാർട്ടിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.